നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, ഇന്നും നമ്മുടെ അമ്പൂക്കായുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. നമ്മളാണ് ഇന്നത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം. എനിക്കൊന്ന് എല്ലാവരും ഉണ്ട്. നമ്മൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, ഈ അൻവറിനെ കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കണമെന്ന അഭിപ്രായക്കാരനാണ്. UDF-നോടുള്ള എൻ്റെ ഏറ്റവും വലിയ പരാതിയും LDF-നോടുള്ള എൻ്റെ ഏറ്റവും വലിയ ആദരവും ഈ അൻവർ വിഷയത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് ശ്രദ്ധിച്ചു. കാരണം ഈ വേണ്ടാന്ന് വെച്ചിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ ഈ രാത്രി അയാളെ വെടിച്ചെന്ന് കാണുന്നത്, ചിലർ ഇപ്പോഴും അയാളുടെ സാധ്യതയുണ്ട്, അയാളെ തീർപ്പാക്കണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പരിപാടിയാണ്. രാജ്മോഹൻ, യഥാർത്ഥത്തിൽ PV അൻവർ സിറ്റിംഗ് MLA ആണ് CPM-ൻ്റെ LDF-ൻ്റെ. ആ LDF-ൻ്റെ സിറ്റിംഗ് MLA മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ക്ഷീണമുണ്ടാവേണ്ടത് LDF-നാണല്ലോ. അത്രേ ഉള്ളൂ. ഇത് കോൺഗ്രസിന് 2 തവണ കിട്ടാത്ത സീറ്റാണിത്. ഇതിപ്പോൾ സതീശൻ പറവൂരിന്ന് രാജിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ ആർക്കാണത് തിരിച്ചിട്ടുണ്ടാവുന്നത്? കോൺഗ്രസിന്. ഇത് തന്നെയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് ചെയ്താലും. അപ്പോൾ അൻവർ രാജിവെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് ക്ഷീണമാവേണ്ടത് LDF-നാണ്. പക്ഷെ ആ തരത്തിലേക്ക് ചർച്ച പോവാതെ അത് UDF-ന് ദോഷമാവുന്ന തരത്തിലേക്ക് മാറ്റി തീർക്കുന്നതിൽ വലിയൊരു പങ്ക് UDF നേതാക്കൾ വഹിക്കുന്നു. സ്വയം അവർ ചെയ്യാം. സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പം. ഈ രാഹുൽ മാങ്കൂട്ടാണ് രാത്രി ആളെ പോയി കാണേണ്ട വലിയ കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതടക്കം അയാൾ കാണിച്ചത്, ഞാൻ പറഞ്ഞു, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്കുണ്ടായിരുന്ന മതിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് ബഹുമാനവും സ്നേഹവും രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരേ ഒരാളെ ജയിലിൽ പോയി കണ്ടത് അയാളെ കണ്ടിട്ടുണ്ട്, രാഹുലിനെ. പക്ഷെ രാഹുൽ MLA ആയതിനു ശേഷം അഹങ്കാരം രാഹുലിനെ പിടികൂടിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, മറ്റാർക്കും ചെയ്യാൻ കഴിയാതെ, അത് K. സുധാകരനും മറ്റേ രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും സാധിക്കാത്ത എനിക്ക് സാധിക്കുമെന്ന് വരുത്താൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ രാഹുൽ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പോവില്ല. രാഹുൽ പോയിട്ടുണ്ടെങ്കിൽ ഷാഫി പറഞ്ഞു വിട്ടതാണ്. ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഷാഫി വളരെ നൈസായിട്ട് മുങ്ങിയതാണ്. ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. ഷാഫി പറയാതെ, ഷാഫിയോട് ആലോചിക്കാതെ രാഹുലൊന്നും ചെയ്യില്ല. ഇക്കാര്യം കട്ടയ്ക്ക്. കാരണം ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയുന്ന സത്യമാണല്ലോ. അവിടെ സീറ്റ് കിട്ടുന്നത് അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഷാഫി എന്നത് വളരെ സേഫായിട്ട് കസ്റ്റഡി. പക്ഷെ രാഹുലിൻ്റെ ക്ഷീണം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ രാഹുൽ പോയതൊക്കെ പോട്ടെ, കഴിഞ്ഞു. ഇപ്പോഴും ഈ ചാനൽ ക്യാമറകൾ PV അൻവറിനെ കുറിച്ച് ചെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറണം. അതില്ല ചെയ്യേണ്ടത്. ഇടതുപക്ഷ നേതാക്കൾ ഇയാളുടെ പേര് പോലും പറയുന്നില്ല. പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടില്ല, അയാളെ ചീത്ത വിളിച്ചിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അല്ല, അതാണ് വരുന്നത് കണ്ടുപിടിക്കുക. അതായത് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. അവർ അൻവർ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കിയിരിക്കുന്നു. എന്നിട്ട് അവർ ആനന്ദിക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരുത്തനെ കുറിച്ച് ഇവർ തമ്മിൽ പിടിക്കുന്നു പോകുന്നു. ശരി, ഇനിയിപ്പോൾ നമ്മൾ അൻവറിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ടത് അൻവർ ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച്. അതിനേക്ക് മുമ്പ് അൻവറിൻ്റെ ഇവിടുത്തെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതാലോചിക്കുമ്പം നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ട് എന്നത് സത്യമാണ്. കാരണം 10 വർഷം അവിടുത്തെ 10 വർഷത്തോളം MLA ആയിരുന്ന ആളാണ്. മാത്രമല്ല അൻവർ നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. നേരത്തെ ഏറനാട് മത്സരിച്ചിട്ടുണ്ട്. 2011 ഏറനാട് മത്സരിച്ചു. അന്ന് അൻവർ 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്ത് CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. CPI-ക്കാർ ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ല. അതിന് 3ാം സ്ഥാനം എന്നുള്ളതല്ല രാജ്മോഹൻ. അന്ന് CPI-യുടെ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 2000 സംതിങ് വോട്ടേ കിട്ടിയുള്ളൂ. തുച്ഛമായി. അത് കാരണം CPM-കാർ അപ്പുറത്ത് മറിച്ചു. കംപ്ലീറ്റ്ലി CPI-കാർ മത്സരിച്ചു. CPI-ക്ക് ആ പാടുള്ള വോട്ട് അവർക്ക് കിട്ടി. അതാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴവർക്ക് ദേഷ്യം തീർന്നിട്ടില്ല CPI-ക്കാർക്ക്. 2014 വയനാട് ലോക്സഭ മത്സരിച്ചു. പക്ഷെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവർ പറയുന്ന മതി അൻവറിൻ്റെ സ്വാധീനം ഉണ്ട് എന്നത് സത്യമാണെങ്കിലും ഇവർ ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സ്വാധീനമില്ല. ഉദാഹരണത്തിന് 2011 ഏറനാട് അൻവർ ഒറ്റയ്ക്ക് നിന്ന് 2ാമത് എത്തിയതിനെ കുറിച്ചാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഇത് CPM-ന്റെ സഹായത്താൽ മാത്രം ലഭിച്ചതാണ്. ഇപ്പം 1987 KJ തോമസ് കാഞ്ഞിരപ്പള്ളി ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് അവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തോമസ് കല്ലമ്പള്ളിയാണ്. കുതിര ചിഹ്നത്തിൽ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അന്ന് മാണിയും കോൺഗ്രസും ഒക്കെ ഉടക്കാണ്. അന്ന് ജോർജിയ മാത്യു വലിയ സമ്പന്നനാണ്. പൊട്ടംകുളം വലിയ സമ്പന്നനാണ്. കോൺഗ്രസിലും കേരള കോൺഗ്രസിലും മാറി മാറി നിന്ന് പാർട്ടി കേരള കോൺഗ്രസ് ചെയർമാനാണ്. ജോർജിയ മാത്യു സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. ജോർജിയ മാത്യുവിന് കോൺഗ്രസ്സുകാരുടെ മൊത്തം വോട്ട് കിട്ടി. അങ്ങനെ ജോർജിയ മാത്യു 2ാമതെത്തി. UDF-ന്റെ സ്ഥാനാർത്ഥി 3ാമതെത്തി. ഒരിക്കലും LDF ജയിക്കാത്ത മണ്ഡലമായിരുന്നു അന്ന് ഈ കാഞ്ഞിരപ്പള്ളി. പിന്നീടാണ് കാഞ്ഞിരപ്പള്ളി
രണ്ടായി വിഭജിക്കുന്നു, പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയുമായിട്ട് വിഭജിക്കുന്നു, വാഴൂര് ഇല്ലാതാവുന്നു. ഈ 87 മറ്റൊരു സംഭവം നടന്നു ഇതുപോലെ. എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ സാനു മാഷ് മത്സരിച്ചു, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് CPM സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി AL ജേക്കബ്, KPC പ്രസിഡന്റ്, മന്ത്രിയായിരുന്നു, വലിയ പ്രമുഖനായ നേതാവ്, അദ്ദേഹം ജയിക്കുന്ന കരുതുന്നു. പക്ഷേ അവിടെ എവറസ്റ്റ് കമ്പനി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു വിവാദം കയറി അങ്ങ് നിന്നു. സാനു മാഷ് ജയിച്ചു. അല്ല, ഇവിടെ കോൺഗ്രസ് എവറസ്റ്റ് കമ്പനി വോട്ട് ചെയ്തു. ഈ KJ തോമസ് പിണറായിയുടെ വിശ്വസ്തനാണ്, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ദേശാഭിമാനി ജനറൽ മാനേജറാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രമേ MLA ആകാൻ സാധിച്ചിട്ടുള്ളൂ. വാസവനൊക്കെ ഒന്നും ആയിരുന്നില്ല, മന്ത്രി വരികയായി. അപ്പൊ ആ ഒരു ഇത് രാഷ്ട്രീയത്തിൽ സംഭവിക്കും. ഇതാണ് ഏറനാട് സംഭവിച്ചത്, അല്ലാതെ ഏറനാട് സ്വാധീനം ഉണ്ടായിട്ടല്ല. ഇനി 2011 ഏറനാട് ഈ പറയുന്ന ഈ 40,000 വോട്ട് പിടിച്ച അൻവർ 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കാടടക്കി പ്രചരണം നടത്തി 30,000 വോട്ടേ പിടിച്ചുള്ളൂ മണ്ഡലത്തിൽ. അപ്പൊ അതുകൊണ്ട് അൻവറിന് ഭീകരമായ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞ വ്യാജം എന്ന് മാത്രമല്ല, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് അൻവർ വോട്ട് ചെയ്തില്ല. കാരണം അൻവർ വോട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ്? ഇയാൾ എന്തിനാ രാജിവെച്ചെന്നുള്ള പ്രസക്തമായ ചോദ്യമല്ലേ? രാജിക്കേണ്ട കാര്യം. അവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾ അവിടെ നിന്ന് രാജിവെച്ചിട്ട് വീണ്ടും അവിടെ മത്സരിക്കാനാണെങ്കിൽ പിന്നെ അയാൾ എന്തിനും രാജിവെച്ചു? അതുകൊണ്ട് തലയ്ക്കോളമുള്ള ഒരാളും സാമാന്യ ബോധമുള്ള ഒരാളും അൻവർ വോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ അൻവറിനെ നക്കാപ്പിച്ച് കിട്ടി ഓർമ്മയുള്ള ആളുകൾ ചെയ്തെന്ന് വരാം. അല്ലാത്ത ആരും അൻവർ വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങത്തില്ല. കാരണം രാവിലെ ഒരു നിലപാട്, ഉച്ചയ്ക്ക് ഒരു നിലപാട്, വൈകുന്നേരം ഒരു നിലപാട്, അങ്ങനെ ഒരു നിലപാടുമില്ലാത്ത കാൽക്കാശിന്റെ നിലവാരമില്ലാത്തൊരു മനുഷ്യനാണ്. വിശ്വാസമില്ലാത്ത മനുഷ്യൻ. വിശ്വസിച്ച് ഫോൺ ചെയ്തതിന്റെ ഫോൺ വരെ റെക്കോർഡ് ചെയ്ത് രാഹുൽ മാങ്കുട്ട് എടുത്ത് വെച്ചല്ലോ, മൊബൈൽ എടുത്ത് വെച്ചല്ലോ, ഷൂട്ട് ചെയ്ത് വെച്ച് മൊബൈലല്ല, അല്ലാതെ തന്നെ സെറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇത്രയും വിശ്വാസ്യതയുള്ള രാത്രി കോൺഗ്രസ് ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ അയാൾ LDFന്റെ സ്ഥാനാർത്ഥി ആയിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഇവിടെ മത്സരിക്കുമ്പോൾ അതിന് ക്ഷീണമുണ്ടാകാൻ പോകുന്നത് LDFനാണ്. പക്ഷെ ഇവരിങ്ങനെ ഇരുട്ടിൽ തപ്പുകയും ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയും അൻവർ നിലവിളിക്കുകയും ചെയ്താൽ മറ്റൊരു നിശബ്ദമായി പ്രവർത്തിക്കും. LDFന്റെ പ്രത്യേകത നിശബ്ദമായി പ്രവർത്തിക്കും. പാർട്ടിയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് രാജ്മോഹൻ. ഈ ഉപതെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 9 കൊല്ലത്തെ അധികാരത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങാനും LDF ജയിച്ചാൽ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എങ്ങാനും ജയിച്ചാൽ എഴുതി വെച്ചോ, 3-ാം മൂഴമാണ് ഇടതുമുന്നണി. ഈ കോൺഗ്രസ്സുകാർ അധികാരത്തിൻ്റെ 7 അയൽവക്കത്തേക്ക് എത്തരുത്. ഇത് ലീഗ് മനസ്സിലാക്കി അവർക്ക് കൊള്ളാം. കാരണം ഇവിടെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള പരാതിയൊക്കെ ഹജ്ജിന് പോയിക്കുന്നു, വേറെ ആളെ വിദേശത്ത് പോയി എന്നൊക്കെ പറയുന്നത് കുടുംബത്തിന്റെ സാന്നിധ്യം സത്യത്തിൽ ഈ സമയത്ത് വളരെ ആവശ്യമാണ്. അങ്ങനെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതിരിക്കും ലീഗിൽ ഭിന്നത ഉണ്ടെങ്കിൽ UDF തോറ്റുപോയാൽ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയാൽ CPM അടുത്ത തവണ അധികാരം ഉറപ്പിച്ച് UDF തോറ്റു എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. പിന്നെ പ്രതീക്ഷിക്കുക വേണ്ട. അതാണ് അവസ്ഥ. ഇനി അൻവർ പറയുന്ന പിണറായിസത്തിനെതിരെ പോരാടാൻ വേണ്ടി രാജിവെച്ച അൻവർ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയാൻ പറ്റുള്ളൂ. ഇത് വൈരുദ്ധ്യാത്മിക അൻവറിസം. ഇതാണ് അൻവറിസം. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഫലത്തിൽ ഇയാളുടെ നീക്കങ്ങളൊക്കെ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരുന്ന അവസ്ഥയിലേക്കാണല്ലോ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ LDFന് അനുകൂലം അതിനോട് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അൻവർ ഒരു പൊതുപ്രവർത്തകനല്ല. അയാളൊരു പഴയ ഫ്യൂഡൽ മാടമ്പിയാണ്. ആ ഫ്യൂഡൽ മാടമ്പി ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു. അറിഞ്ഞിട്ടില്ല. അയാൾക്ക് പ്രായോഗിക ലോകത്ത് പണ്ട് അയാൾ കറക്റ്റാണ്. അയാൾ ജപ്പാനിൽ നിന്ന് മയക്കം പോകുന്നത് ആ ഒരു വിവരമേ അയാൾക്ക് ഈ ലോകത്തെ എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ളൂ. അപ്പം ഞാൻ ഇന്ന് അയാളുടെ പത്രസമ്മേളനം കേട്ടു, നിങ്ങളത് കണ്ടായിരുന്നു. അതെ, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം അൻവർ തുറന്നു പറയുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, അൻവർ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മറുനാടനെ പൂട്ടാൻ വേണ്ടി അൻവറും CPM-ഉം കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ മുഴുവൻ വിശദാംശങ്ങളും അൻവർ തുറന്നു പറയുന്നു. അയാൾ തുറന്നു പറഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ പണ്ട് പോലെ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടില്ല, കുറെ കഥകൾ എല്ലാം തുറന്നു പറഞ്ഞു. 1. 2, അയാൾ എന്തൊരു പടുവിഡ്ഢിയാണ്. ഒന്നുകിൽ അയാളെ ആരൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അയാൾ പറയുന്ന സംഭവങ്ങൾ മൊത്തം എടുക്കുക. നമ്മളിത് സംസാരിക്കേണ്ട കാര്യം പോലും അല്ലെങ്കിൽ പോലും പറയാണ്. അയാൾ അജിത് കുമാറും ആയി ഗൂഢാലോചന നടത്തുന്നു. പിണറായി വിജയൻ അറിയാം.
ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മറുനാടനെ പൂട്ടണം. എന്തുകൊണ്ട് മറുനാടനെ പൂട്ടണം എന്ന് പറയുന്നുണ്ട്. മറുനാടൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നു. ഇതാണ് അയാളുടെ ആദ്യത്തെ ആരോപണം. എന്നാൽ മറുനാടൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കുന്ന ഒരു വീഡിയോ അയാൾക്ക് കാണിക്കാനില്ല. ഒന്നിനും തെളിവില്ലല്ലോ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലല്ലോ. ഞാൻ പറയേണ്ടത് ഇയാൾ മറുനാടൻ ഒരു പൊതുവിപത്താണ്. അവിടെ മലയോര പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ ക്രൈസ്തവരും മുസ്ലിമുകളും ഭയങ്കര സ്നേഹത്തിലായി താമസിച്ചിരുന്നത്. ആ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണ് എന്നാണ് അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ കാര്യം, ഞാൻ മുസ്ലിമിനെതിരാന്ന് പറയുമ്പോൾ ഞാൻ ഇസ്ലാമിൻ്റെ മതത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഖുറാനെതിരെ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകനെതിരെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വർഗീയത ഇവിടെ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കളും, നമ്മുടെ നാട്ടിലെ മീഡിയ വണിനെ പോലുള്ള ചാനലുകൾ, നമ്മുടെ നാട്ടിലെ മറ്റ് പല ഈ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും ഒരുപാട് നേതാക്കളും പച്ചവർഗീയത മാത്രമാണ് വാർത്ത പറയുന്നത്. പച്ചവർഗീയത. ഞാൻ ഇന്നേ വരെ ഒരു വർഗീയത പറഞ്ഞവർക്കാർക്കും അറിയില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അപ്പം അൻവർ ഈ കഥ തന്നെ, എന്നെ പൂട്ടണം എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്ന കഥ തന്നെ വ്യാജമാണ്. കാരണം അങ്ങനെ ഒരു, ഞാൻ ഇസ്ലാമിനെതിരെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ മതത്തിനെതിരെ പറയാറുണ്ട്. ഇസ്ലാമിനെതിരെ പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ വളരെ കൃത്യമാണ്. അപ്പം ഒരു കള്ളത്തരത്തിലുണ്ടാക്കിയൊരു തിയറി. യഥാർത്ഥ വിഷയം എന്താണ്? യഥാർത്ഥ വിഷയം അൻവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിണറായിസമാണ്. ഈ പിണറായിസം എന്ന വാക്ക് ഞാനിട്ടതാണ്. നമ്മൾ നാളുകളുടെ പറയുന്നത് നമ്മൾ കൊടുത്താണ്. എത്രയോ കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പിണറായിസത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു ഉൽപ്പന്നമാണ് അൻവർ. ഏറ്റവും വലിയ ഗുണഭോക്താവുമായിരുന്നു അയാളാണ് പിണറായിസത്തിൻ്റെ. എന്താണ് ഈ പിണറായിസം? നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എന്താണ് ഈ പിണറായിസം? പിണറായിസം എന്ന് പറയുന്നത് മാർക്സിസത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന അധികാര സമവാക്യമാണ് പിണറായിസം എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ കമ്മ്യൂണിസത്തിന് ക്ഷീണമുണ്ടായി. അപ്പോൾ കമ്മ്യൂണിസത്തിന് പല ഫോമുകളുണ്ടായിരുന്നു. കമ്മ്യൂണിസത്തിന് ഓട്ടോക്രാറ്റിക് ഫോമാണ് ചൈന അടക്കമുള്ള. അവരെന്ത് ചെയ്തു? ഈ അധികാര സംവിധാനം മാത്രം, പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് മാത്രം കമ്മ്യൂണിസമായിട്ട് നിലനിർത്തിയിട്ട് കമ്മ്യൂണിസത്തിൻ്റെ സത്ത മുഴുവൻ അവർ മാറ്റിക്കളഞ്ഞു. ക്യാപിറ്റലിസത്തിനെതിരായി രൂപപ്പെട്ടതാണ്. ലാഭമാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരു മനുഷ്യന് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തൊഴിലാളിക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞ് ലാഭത്തിനെതിരെ ഉണ്ടായ സാധനമാണ് കമ്മ്യൂണിസം. അത് മാറ്റിയിട്ട് സകല പ്രജകളോടും നിങ്ങൾ ലാഭം ഉണ്ടാക്കിക്കോ. അല്ല, ഒരു മനഃശാസ്ത്രപരമായ കാര്യം കേട്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഒരു സിദ്ധാന്തത്തിനെതിരെ നിരന്തരം പോരാടിയാൽ കുറെ കഴിയുമ്പോൾ ആ ശീലം മുഴുവൻ നമ്മങ്ങി എടുക്കുമെന്ന്, നമ്മളതായി മാറുമെന്നാണ്. അപ്പം ഇങ്ങനെ ഈ കമ്മ്യൂണിസം ഈ മുതലാളിത്തത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉപയോഗിച്ചിട്ട് അവൻ്റെ ആത്മസത്ത തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് അധികാര അടിച്ചേൽപ്പിക്കുന്ന ഓട്ടോക്രാറ്റിക് സിസ്റ്റം മാത്രം നിലനിർത്തി. ഇതാണ് ചൈന. ജനാധിപത്യ രാജ്യത്ത് അതിന് സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ബംഗാൾ മുതൽ ത്രിപുര മുതൽ ഉള്ളവിടത്തെല്ലാം പൊളിഞ്ഞു കിട്ടും. പണ്ട് പഞ്ചാബിൽ പോലും വലിയ പാർട്ടിയായിരുന്നു. ആന്ധ്രയില് തമിഴ്നാട്ടിൽ ഇപ്പം പിന്നെ DMK-യുടെ കേരളത്തിലും കിട്ടും. കന്യാകുമാരി ജില്ലയിൽ 1-2 MLA പണ്ട് ഉണ്ടായിരുന്നു CPM. എല്ലായിടത്തും എല്ലാം പോയി. അപ്പൊ കേരളത്തിൽ പോകാതെ നിന്നത് ഇവർ, നമ്മൾ ഈ പിണറായിസം എന്ന് കുറ്റം പറയുമ്പോഴും കേരളത്തിൽ ഈ CPM ഇല്ലാതെ നിന്നത് പിണറായി മാർക്സിസത്തെ പിണറായിസമാക്കി മാറ്റിയതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, അതായത് പാർട്ടിയുടെ ആംഗിൾ വെച്ച് നോക്കിയാൽ പിണറായിസത്തിന് ഗുണം ഉണ്ട്. ആ ഗുണം ഇവിടെ അധികാരം നിലനിർത്തി ഇപ്പോഴും പാർട്ടി സംവിധാനം നിലനിർത്തുന്നു. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ഏറ്റവും ആസ്തിയുള്ള പാർട്ടി CPM. ഏറ്റവും ആസ്തി എന്നല്ല, ഏറ്റവും വലിപ്പമുള്ള പാർട്ടി, ഏറ്റവും ജനസ്വാധീനമുള്ള പാർട്ടി CPM ആണ്. അത് പിണറായി വരുത്തിയ ട്വിസ്റ്റാണ്. അതായത് കട്ടൻ കാപ്പിയും മറ്റേ പരിപ്പുവടയും ഉപേക്ഷിച്ച് അവരുടെ മെയിൻ വരുമാനം താഴത്തെ തട്ട് മുതൽ പിണറായിസം വന്നു. ഇപ്പം താഴെയാണ് അവർ താഴത്തെ തട്ടിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി. ഈ ലോക്കൽ കമ്മിറ്റിക്കും ബ്രാഞ്ച് കമ്മിറ്റിക്കും മണൽ പാറമട മാഫിയയുടെ ഇടപാട് മുഴുവൻ ഇവരെ കൈകാര്യം ചെയ്ത് കംപ്ലീറ്റ് സംവിധാനങ്ങളും കൺട്രോൾ ചെയ്തില്ല. അപ്പം ഇവരുടെ താഴെ അവരുടെ സോഴ്സ് ഉണ്ടായി, താഴെ അവർക്ക് നിലനിൽക്കാൻ പറ്റി. അത് മുകളിലേക്ക് ഇതിൻ്റെ വ്യാപ്തി അനുസരിച്ച് കയറി വന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി എല്ലാവർക്കും. അങ്ങനെ ഈ താഴത്തെ തട്ട് മുതൽ നിയമവിരുദ്ധമായ പ്രവർത്തികളിലൂടെ പണം സമ്പാദിക്കും. അതിൻ്റെ കൂടെ SFI DYFI മുതലായ പിള്ളേർക്ക് ലഹരി കച്ചവടത്തിനുള്ള ലൈസൻസ് കൊടുത്തു. ഇവരാണ് ഇതിൻ്റെ മൊത്ത കച്ചവടവും. ഞാൻ പറഞ്ഞില്ലേ, ചില ഏരിയ തിരിച്ചു കൊടുത്തിട്ട് ലഹരി, അനധികൃതമായ ലഹരി, ബംഗാളികൾക്ക് വേണ്ടിയുള്ള മറ്റേ പാൻപരാഗ്, ഇങ്ങനത്തെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ലൈസൻസ് ഈ പിള്ളേർക്ക് കൊടുത്തു. അവരും അവിടെ സ്വയം പര്യാപ്തമായി നിലനിന്നു. പിണറായി ആവട്ടെ
ഇപ്പം മറ്റേ കോൺഗ്രസ്സാണ് ഗതികെട്ട് ഇപ്പം അദാനിയും അംബാനിയും ഒക്കെ കിട്ടുന്നത് BJPക്ക്. ഇവർക്ക് അങ്ങനെ ആളുകളില്ലാതിരുമ്പോൾ ഇവരെന്ത് ചെയ്യും, വലിയ മറ്റേ ഫാരിസ് അബൂബക്കറിനെയും അങ്ങനെയുള്ള കളങ്കിതരായ മുതലാളിമാരെ അവർ കൂടെ പിടിക്കുന്നു. കളങ്കിത കച്ചവടക്കാരെ ആർക്കും എന്ത് ചെയ്തു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നു. അധികാരമുണ്ടല്ലോ, വലിയ മുതലാളിമാരുടെ ജിഹ്വയായി മാറുന്നു. അതേ സമയം തന്നെ പിണറായിയുടെ പ്രത്യേകത കളങ്കിതരായ മതപുരോഹിതന്മാർ, അതായത് മതത്തിൻ്റെ ഒരു ചെറിയ നേതൃത്വമുണ്ട്, അവരുടെ ചെറിയ പ്രതിസന്ധികളിലെല്ലാം ഇടപെട്ട് അവരെ കൂടെ നിർത്തുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പ്രീണനവും വർഗീയതയും അനധികൃത സ്വത്ത് സമ്പാദനവും ചേർന്ന ഒരു തത്വശാസ്ത്രമായി പിണറായി. സ്വന്തമായി 2 വലിയ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അതുവഴി അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. അതൊക്കെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഏത് മാധ്യമത്തെയും ഏത് മാധ്യമ പ്രവർത്തകർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകരുടെ ഭാര്യമാർക്കെല്ലാം എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ തൊഴിൽ കൊടുക്കുന്നു, സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പിൽ വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പബ്ലിസിറ്റി കൊടുത്ത് ഈ പിണറായി സംഘം പൂണ്ടു വിളയാടി. ആ പൂണ്ടു വിളയാടിയ പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇയാളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈബർ ഗുണ്ടായിസമാണ്. ഒരു അഭിപ്രായം പറയുന്നവനെ എന്തെങ്കിലും ഞാനിപ്പോൾ ഇയാൾ പറഞ്ഞ മുസ്ലിം വിരുദ്ധൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സംഖ്യ എന്ന്, ഇതൊക്കെ എനിക്ക് വേണ്ടി അടിച്ചേൽപ്പിച്ചതാണ്. സുരേന്ദ്രനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതെന്നുള്ള കാര്യം ഇവർക്ക് അറിയാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പത്രപ്രവർത്തനത്തിൽ എനിക്കൊരു രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഇപ്പം ഇവർ പറഞ്ഞ പലപ്പോഴും പറയുന്നത്, ഇപ്പം എല്ലാവരും അത്ഭുതപ്പെടും, നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, തൊടുപുഴയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അനസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഇന്നലെ ചെയ്തില്ല. അത് ആലോചിക്കും, ഇത് ആരോട് പറയാൻ? അനസ് എന്ന് പറയുന്ന പോലീസുകാരൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാളെ പച്ച വെളിച്ചത്തിൻ്റെ ആളാക്കി, തീവ്രവാദിയാക്കി, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. വാസ്തവത്തിൽ അതിൻ്റെ ഫുൾ വിശദാംശം ഇതാരാ ലോകത്തോട് വിളിച്ച് പറഞ്ഞത്? നമ്മളാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇയാൾ മുസ്ലിമാണ്, അയാളെ സംരക്ഷിക്കുന്ന വെക്കത്തില്ല. എത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്രയോ പേരുടെ പ്രതിസന്ധി നമ്മൾ പരിഹരിച്ചു. ഇവിടെ വിളിച്ചു പറഞ്ഞ ആളുടെ എത്ര പ്രശ്നങ്ങൾ നമ്മൾ അവർക്ക് വാർത്ത കൊടുത്തു. പഴയ പോകുമ്പോൾ ഞാൻ കാണുന്നില്ലേ ജാതിയും മതം നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കവേ അടിച്ചേൽപ്പിക്കുന്നത് പിണറായി സത്തിന് പ്രത്യേകത. ചാപ്പ് കുത്തുക, അധിക്ഷേപിക്കുക, എന്നിട്ട് പ്രചരിപ്പിച്ചിരുമ്പോൾ അപ്പോൾ ഈ അൻവർ എന്താ ചെയ്തത്? ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അൻവർ പിണറായി സംബന്ധിച്ച് രംഗത്തിറങ്ങും. ഇയാളെ ആരൊക്കെയോ ഇയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ഇയാൾ പണ്ട് മുതലേ, അതായത് പിണറായി അധികാരത്തിൽ വരുന്നതിന് മുൻപും പണത്തിൻ്റെയും ഈ മാടമ്പിത്തരത്തിൻ്റെയും ഒരാളാണ്. ഇഷ്ടംപോലെ കാശുണ്ട്. ഈ കാശെന്ന് പറഞ്ഞാൽ നമ്മൾ അൻവറിനെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയാളൊരു സെമി ഗുണ്ട സെറ്റപ്പാണ്. അപ്പം ഇയാൾക്ക് ഭയങ്കര ഡയർ ഡബിളാണ്. ഇപ്പം എന്നെനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ചിലപ്പോൾ അയാൾ ഭാര്യയും കൊണ്ടുപോകും. ഇതാണ് അയാളുടെ രീതി. അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ഒരു തർക്കം പരിഹരിക്കാൻ പോയാൽ അയാൾ അതിൻ്റെ ഒരു വിഹിതം കൈപ്പറ്റും. അപ്പോൾ ആലുവയിലെ ഇപ്പോൾ ഒരു 200 കോടി രൂപ ആസ്തിയുള്ള ഒരു ഭൂസ്വത്ത് ആലുവയിൽ ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇയാളിപ്പോൾ 52 കോടി എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ആസ്തി 1000 കോടിയുടെ മുകളിൽ 10,000 രൂപ എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞ. അല്ല, അത് സത്യമാവും, കാരണം ആ കയ്യിലിരിപ്പ് കൊണ്ട് എത്തപ്പെട്ടതാണ്. പക്ഷേ ആലുവയിലെ ഒരു ഹോട്ടൽ റിസോർട്ട് പ്രോജക്റ്റ് അത് ജപ്തിയായപ്പോൾ കോയമ്പത്തൂർ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കടലാസ് കമ്പനി ഇയാളുടേതാണ്. കടലാസ് കമ്പനിയുടെ പേരിൽ ഇത് മേടിച്ചിട്ട് ലീസിലുള്ള ഈ പ്രോപ്പർട്ടി സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതി 200 കോടി അടിച്ച് മാറ്റിയ ആളാണ്. ഇതുപോലെ ഇയാൾ ചെയ്തു കൂട്ടാത്ത പണികളൊന്നുമില്ല. അങ്ങനെ ഇയാൾ ഈ സ്വത്ത് സമ്പാദിച്ച് പിണറായി സത്തിൻ്റെ ഗുണഭോക്താവ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. മുരുകേഷ് എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു. റീഗൽ മുരുകേഷ്. ഈ റീഗൽ മുരുകേഷ്, റീഗൽ ശ്രീധരൻ വലിയ വ്യവസായി, വലിയ ആളായിരുന്നു, വലിയ എസ്റ്റേറ്റ് പ്ലാന്റർ ആയിരുന്നു, ഓട് കമ്പനി എല്ലാം ഉണ്ടായിരുന്നു, വലിയ പ്ലാന്റർ ആയിരുന്നു. അപ്പോൾ ഈ റീഗലിന് ഈ നിലമ്പൂർ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, റീഗൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, എത്രയോ ഏക്കറുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അയാളെ കുടുംബത്തിലെ അയാളുടെ ഭാര്യ വീട്ടുകാർക്ക് ആർക്കും ഒരാൾക്കൊരു ശക്കലം അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടി വന്നു. എന്തോ കുടുംബ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്വത്ത് എനിക്ക് വന്ന ഭാര്യയുടെ ആർക്കും ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു ഭിന്നത ഉണ്ടായപ്പം ഇതവൻ ന്യൂട്രലിൽ ചെറിയ കാശിന് അൻവർ അങ്ങ് അടിച്ചു, ഒത്തുതീർപ്പാരം വന്നു, അവനത് മാറ്റിയത് മാത്രമല്ല, എന്നിട്ട് ഇവരുടെ ഭൂമിയിലേക്കൂടെ അതിക്രമിച്ച് കിടക്കാൻ തുടങ്ങി. അൻവർ അങ്ങനെയാണ്, അൻവർ പതിയെ വകഞ്ഞെടുക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ റീഗൽ ശ്രീധരൻ ഫൈറ്റ് ചെയ്തു, പക്ഷെ വിജയിച്ചില്ല, അയാൾ മരിച്ചു പിന്നീട്. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വത്തിൻ്റെ അവകാശി മകൾക്കായി, മകളുടെ കെട്ടിയവനാണ് മുരുകേഷ്. അയാൾ അമേരിക്കയിലായിരുന്നു. അയാൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചിവിടെ വന്നു.
തിരിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഇയാൾക്ക് മലയാളം പോലും നന്നായിട്ട് പറയാത്ത ഒരാൾ. അപ്പോൾ അൻവറിന് ആവേശം കൂടി. അൻവർ ഇയാളെ അടപടലം പൂട്ടാതെ രംഗത്തിറങ്ങി. ഇയാൾ ബുദ്ധിമാനായിരുന്നു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ ചില മാധ്യമ പ്രവർത്തകരെ, ചില വിവരാവകാശ പ്രവർത്തകരെ, അങ്ങനെ പലരെയും ഇയാൾ അങ്ങ് സ്റ്റാഫാക്കി. മിടുക്കരായ പല മാധ്യമ പ്രവർത്തകരായാലും ഇങ്ങനെ എടുത്താൽ നിനക്ക് മാസം ഇത്ര രൂപ ശമ്പളം, എൻ്റെ പണി ചെയ്താൽ മതി. അങ്ങനെ ഇയാളൊരു സംഘം ഉണ്ടാക്കിയിട്ട് ഈ അൻവറിൻ്റെ പിന്നാലെ അങ്ങ് വിട്ടു. വിവരാവകാശ പ്രവർത്തകർ അൻവറിൻ്റെ പിന്നാലെ അപേക്ഷ കൊടുത്തങ്ങ് പോകും. മറ്റേ മാധ്യമ പ്രവർത്തകർ അൻവറിൻ്റെ പിന്നാലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിപ്പോകും. അൻവർ പോയ എവിടെ കുടുംബ പ്രശ്നം തീർക്കാൻ പോയി ഭാര്യ അടിച്ചു മാറ്റിയോ, ഏതെല്ലാം സ്വത്തിൽ മദ്യസംഘം സ്വന്തമാക്കിയോ, ഏതെല്ലാം പാറമടയിൽ നിക്ഷേപം നടത്തിയോ, ആരെയെല്ലാം ചീറ്റിയോ, ഇവരെയെല്ലാം കണ്ടുപിടിച്ച് ഈ ഫുൾ ഡീറ്റെയിൽസ് എത്തും. അൻവർ സർക്കാരിൻ്റെ സ്വാധീനം കൊണ്ട് മറികടന്നെടുത്ത 1 ഏക്കർ ഭൂപരിഷ്കരണ നിയമം കടന്നാലും 1 ഏക്കർ അങ്ങോട്ട് കടന്നാലും എന്താ കടന്ന് ഇതിലെല്ലാം ഡാറ്റ അങ്ങെടുത്തു. വാട്ടർ തീം പാർക്ക് എല്ലാം സംഭവിച്ചു, എല്ലാം അങ്ങെടുത്തു. കംപ്ലീറ്റ് നിയമലംഘനം മുഴുവൻ പോയിട്ട് പോലീസ് പരാതി കൊടുക്കും, പോലീസ് തള്ളും, കോടതി പോവും, കോടതി കേസ് ഇടിപ്പിക്കും. അങ്ങനെ ലോക്ക് ചെയ്ത് അൻവറിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി. ഓർക്കണം, അൻവറിൻ്റെ മുഖ്യമന്ത്രി, അൻവറിൻ്റെ സർക്കാർ, അൻവറിൻ്റെ പോലീസ് പരമാവധി സഹായിച്ചു. മറ്റേ ആ ഒരു പഞ്ചായത്തൊക്കെ പരമാവധി സഹായിച്ചു. പക്ഷേ ഈ മുരുകേഷ് സമ്മതിക്കത്തില്ല. മുരുകേഷ് കോടതി പോവും, ഹൈക്കോടതി പോവും, മറ്റേ കോടതി പോവും, വിവരങ്ങൾ ശേഖരിക്കും, വാർത്തകൾ വരും. ഈ സമയത്ത് ഇയാളെ മറുനാടനെ ഷാജഹാനെ അനാവശ്യമായിട്ട് ചോദിക്കും. അപ്പം നമുക്ക് ഈ വിവരങ്ങൾ കിട്ടും, വാർത്ത എല്ലാവരും കൊടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കൊടുക്കുന്നത് മറുനാടനും ഏഷ്യാനെറ്റുമാണ്. ഇവർ നമ്മളെ രണ്ടിനും ടാർഗറ്റ് ചെയ്തിട്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ ഷാജഹാനെ ഫോക്കസ് ചെയ്തു. കോഴിക്കോട് ഷാജഹാനെ, ഏഷ്യാനെറ്റിനെ പോക്സോ കേസ് എടുത്തു. എനിക്കെതിരെ യുദ്ധമായിട്ടിറങ്ങി. ഈ ഏഷ്യാനെറ്റിനോട് ഇച്ചിരി സൂക്ഷിച്ചാൽ കളിക്കുന്നത്, കാരണം വലിയൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഏഷ്യാനെറ്റിനെ പരീക്ഷണം 1-2 പോക്സോ കേസൊക്കെ എടുത്തു. അത് ഇച്ചിരി കയ്യടിയൊക്കെ കിട്ടി. അപ്പം എന്നെ മറുനാടനെ അങ്ങ് പൂട്ടിച്ചാൽ അതിനൊരു എന്താ പറയണത്, ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് കിട്ടും. എല്ലാ മാധ്യമങ്ങൾക്കും. അങ്ങനെയാണ് ഇയാൾ പോരാട്ടത്തിനിറങ്ങുന്നത്. ഇയാൾ പോരാട്ടത്തിനിറങ്ങി. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിയുടെ അനുഗ്രാശിസോടെ അജിത് കുമാർ പിണറായി എന്ത് പറഞ്ഞാലും തീട്ടം തിന്നാൻ പറഞ്ഞാൽ അതും തിന്നും. ആ രീതി നിൽക്കുന്ന ആത്മാഭിമാനം പണയപ്പെടുത്തിയൊരു ഓഫീസർ. എന്നാൽ അയാൾ BJP കാരനാണ് താനും. ഈ അജിത് കുമാർ RSS കാരനാണ്. പിണറായിയുടെ ആളെന്ന് BJP കാരനായിരിക്കും. അപ്പം ഞാൻ ജീവിതത്തിൽ അയാളെ കണ്ടിട്ടില്ല. കാരണം അയാളാണ് എല്ലാ തോന്നിവാസങ്ങൾക്കും എനിക്കെതിരെയുള്ള എല്ലാ കാലത്തും എനിക്കെതിരെ വേട്ടയാടാൻ മുമ്പിൽ നിന്ന അയാളാണ്. എന്നിട്ട് നിരനിരയായി ആദ്യം പ്ലാൻ ചെയ്തത് SC അട്രോസിറ്റി ആക്ട് ആയിരുന്നു ശ്രീനിധിൻ്റെ. അത് പൊളിച്ചു. അത് പൊളിയാൻ കാരണം ഒറ്റയൊന്നേ ഉള്ളൂ, വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു നീക്കമുണ്ടെന്ന് പോലീസിൽ ഉന്നതരെ നമ്മൾ അറിയിച്ചു. അതാണ് അതുകൊണ്ട് നമ്മൾ ജാഗ്രത കാണിച്ചു. ഇതിൻ്റെ പേരിലാണ് ഇയാൾ ഈ പറയുന്ന അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ ഡൽഹിയിൽ പോയി ആ കേസാണ്. ആ കേസിൽ ഹൈക്കോടതി തന്നെ ജാമ്യം തരേണ്ടതാണ്. നിർഭാഗ്യവശാൽ കിട്ടിയില്ല. സുപ്രീം കോടതി ആ കേസ് തന്നെ നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ അൻവറിൻ്റെ അത്രയും സംവിധാനം ഇല്ലെങ്കിലും 10-18 വർഷമായിട്ട് ഈ സ്വതന്ത്ര മാധ്യമം നടന്ന ആളാണ്. ഒരു 30 വർഷത്തിലധികം മാധ്യമ ആളാണ്. ഇത്ര ആളുകളും സംവിധാനവും ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാം. ഒന്നാമത്തെ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രതിസന്ധി വന്നാലും സംരക്ഷിക്കാൻ നമ്മളെ ഉള്ളൂ. അവർ നീതി ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് പോലീസിൽ നമുക്കുള്ള ബന്ധം പിണറായി വിജയന് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. താഴത്തെ തട്ടിലെ പോലീസ് അവർക്ക് മേൽത്തട്ടിൽ കാണും. ഈ മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവിടത്തേ ഉള്ളൂ. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട താഴത്തെ താഴത്തെ തട്ടിലിരിക്കാൻ ഇവർ വിശ്വസ്തരെന്ന് കരുതുന്ന ഒരാൾ നമ്മളോട് ഓപ്പറേഷൻ ചെയ്യിച്ചാൽ അവർക്ക് നമ്മളോടായിരിക്കും താല്പര്യം. കാരണം നമ്മൾ സത്യം ചെയ്യുന്നവരാണെന്ന് അവർക്കറിയാം. ഇതിവർ മനസ്സിലാക്കുന്നത്. മേൽത്തട്ട് കിടന്ന് കളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം അത് പൊളിഞ്ഞു പോകുന്നു. അൻവർ എന്തെല്ലാം കഥയാ പറയുന്നത്. ഇന്നത്തെ കഥ കേട്ടോ. ഡൽഹിയിൽ പോയതും ADGP DVSP ഓഫീസിന്റെ പുറത്തവരെ കാത്തു നിന്നു വന്നു. അതൊക്കെ സത്യമായിരിക്കും. അവർ വക്കീൽ ഓഫീസിൽ നിന്ന് കാണും, DYSP CM വന്ന് കാണും. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അന്ന് പലയിടങ്ങളിലും നിങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ ആ ഫാം ഉണ്ടല്ലോ, എൻ്റെ ഫാം, ആ ഫാമിൻ്റെ റോഡിൻ്റെ മുകളിലെ 2 വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട്. 2 വശത്തും രാത്രിയും പകലും മഫ്തി പോലീസ് ഡ്യൂട്ടിയിലായിരുന്നു. പല ഷിഫ്റ്റിൽ എവിടെല്ലാം ഞാൻ പോകുന്നുണ്ടോ അവിടെ എല്ലാം പോലീസിനെ കാവലായിരുന്നു. അവർ പരമാവധി ശ്രമിച്ചു. പക്ഷേ നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇവരെന്നെ അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവിടുന്ന് മാറി എന്നുള്ളത് കൊണ്ടാണ്. ഉറപ്പായിട്ട് പിടിക്കുമായിരുന്നു. അപ്പോൾ
എന്നിട്ട് അയാൾ പറയാൻ ഡൽഹിയിൽ പോയി അയാൾക്ക് കൃത്യമായിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ്. ഒന്നാമത്തെ കാര്യം, ഇയാൾ കരുതുന്ന മാതിരി ഇവർക്കൊക്കെ കരുതി ഇവിടുത്തെ മലയാളി വക്കീലന്മാർ വഴിയാണ്. അപ്പോൾ നമ്മൾ മലയാളി വക്കീലന്മാരെ ആശ്രയിച്ചേയില്ല. അന്ന് മലയാളി വക്കീലന്മാർ ഇവിടുന്ന് അറിയപ്പെടുന്ന 2 മലയാളി വക്കീലന്മാരുടെ പേര് ഇവരൊക്കെ പറഞ്ഞെങ്കിലും നമ്മളത് വേണ്ടെന്ന് വെച്ചു. ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി എൻ്റെ ചേട്ടൻ അച്ഛനുണ്ട്. ഏത് വിഷയം കൈകാര്യം ചെയ്യുന്ന കപ്പാസിറ്റി ചേട്ടനാണ്. അത് രഹസ്യമായി ചെയ്യാനും അത് ചെല്ലേണ്ടടുത്ത് ചെല്ലാനും ഒപ്പിട്ടിടത്ത് ഒപ്പിട്ട് കൊടുക്കാനും ഒക്കെയുള്ള ശേഷി, ചെയ്യിപ്പിക്കാനുള്ള ശേഷി ആരും അറിയാനുള്ള ശേഷി അങ്ങേരുണ്ട്. ഇയാൾ പറയുന്ന മാതിരി ഡൽഹിയിൽ ഇവർ പറഞ്ഞ കറക്റ്റ് അവിടെ ചെന്നിട്ട് 7 മണിയായിട്ട് അങ്ങോട്ട് കയറി 7:30 ആകുമ്പോൾ തിരിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കത്തില്ലായിരുന്നു കണ്ടെങ്കിൽ. അല്ല, അതാണ് പ്രസക്തമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ പോലീസുകാരൻ്റെ ഫോട്ടോ എടുത്തില്ല വെച്ചായിരുന്നല്ലോ. അല്ല, പോലീസുകാർ സഹായിച്ചത് നമ്മൾ അജിത് കുമാറിന്റെ ആളാണ്, അജിത് കുമാറിന്റെ ആളുകളാണല്ലോ. അപ്പം മറ്റേ ഇയാൾ വെച്ചാക്കൊരു ഫോട്ടോ എടുക്കായിരുന്നല്ലോ. ഇയാളുടെ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. ഞാൻ കയറി പോകുന്നതും തിരിച്ചു വരുന്ന ആൾ കണ്ടല്ലോ. എപ്പോഴും എല്ലായിടത്തും എൻ്റെ ആളുണ്ടായിരുന്നു, എപ്പോഴും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് 2 കോടി രൂപ കൊണ്ട് കൊടുത്തു. എന്തിന്? ഞാൻ 2 കോടി കൊടുത്തു. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ 2 കോടി കൊടുത്തു പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇയാൾ 3 തരത്തിലുള്ള കേസാണ് നമുക്കെതിരെ കൊടുത്തത്. വാർത്ത കൊടുത്തതിന് പേരിൽ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടില്ല. കാരണം ഡിഫമേഷൻ കേസ് കൊടുത്താൽ അത് കോടതി കൈകാര്യം ചെയ്യേണ്ട കേസാണ്. കോടതിയിൽ കൈകാര്യം നമ്മളെ ജയിക്കും, നമ്മുടെ എവിഡൻസ് ഉണ്ടെന്നറിയാം. പോലീസിനെ സ്വാധീനം ഉപയോഗിച്ചിട്ട് 3 തരത്തിലുള്ള കേസിനാണ്, 4 തരത്തിലുള്ള കേസിനാണ് ശ്രമിച്ചത്. അതിൽ ഒരു തരം നടന്നില്ല. സ്ത്രീകളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും കേസ് കൊടുപ്പിച്ച് കൊടുക്കാൻ നോക്കി. പക്ഷെ ഒരു സ്ത്രീയും കുട്ടിയും കിട്ടിയില്ല. കിട്ടിയതെല്ലാം ക്രിമിനലുകളാണ്. അപ്പോൾ അത് നടന്നില്ല. പിന്നെ അയാൾ SC/ST ശ്രമിച്ചു, പൊളിഞ്ഞുപോയി. പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റിയത് മതവിദ്വേഷം പരത്തുന്ന കേസാണ്. ഈ മതവിദ്വേഷം പരത്തുന്ന കേസിൽ ഞാൻ നിരന്തരം മതവിദ്വേഷം നടത്തി ഇപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും മതവിദ്വേഷം എന്നതിൽ കണ്ടെത്തിയ ഒരു പരാതിയാണ് കൊടുപ്പിച്ചത്. അയാളുടെ തന്നെ ഒരു സ്കറിയ കൊണ്ട് കേസ് കൊടുത്തിട്ടാണ് കേസ്. എന്നിട്ട് ഹൈക്കോടതി വിധി എന്നെ പറഞ്ഞതെന്നറിയോ? ഞാൻ വീഡിയോ കണ്ടു, ഇതിനത് മതവിദ്വേഷം ഇല്ലെന്ന് മാത്രമല്ല, ഈ വീഡിയോ, ഈ വാർത്ത അവതരിപ്പിച്ച ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകന്റെ ഉയർന്ന മതേതര ബോധമാണ് ഉദാഹരണമാണെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞത് കള്ളമാണ്. ഹൈക്കോടതിയുടെ കണ്ടെത്തലാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ആ വീഡിയോയിൽ മതവിദ്വേഷമില്ല, മതേതരമാണ്. ഇയാളുടെ കേസാണ്. അപ്പം ഇയാൾ പച്ച കള്ളങ്ങൾ അതങ്ങനെ അത് പൊളിഞ്ഞുപോയി. പിന്നെ കൊടുത്തതോ വയർലെസ് സന്ദേശം ചോർത്തിന്ന്. അതാണ് രാജ്മോഹൻ. നമ്മൾക്ക് വയർലെസ് സന്ദേശം ചോർത്തണമെന്ന് പറഞ്ഞാൽ ഈ പോലീസിൻ്റെ വയർലെസ് സന്ദേശം ചോർത്താൻ മാത്രം ദുർബലമാണോ? ഞാൻ പറഞ്ഞ എനിക്ക് പോയി ചോർത്താൻ മാത്രം ദുർബലമാണോ വയർലെസ് സന്ദേശം? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? രാജ്മോഹൻ കഥ അറിയാം. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നേ വയർലെസ് സന്ദേശം രഹസ്യമല്ല, അതറിയാം. ഇവരെപ്പോഴും നമ്മുടെ എവിടെ വന്നാലും ഇവരില്ലേ, നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴൊക്കെ ഇപ്പം ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ആദ്യം പറയും വയർലെസ് ഓഫാക്കിക്കോ, ഇതുവല്ല ഞാൻ കേട്ടിട്ട് അവസാനം ഞാൻ ചോർത്തുമ്പോൾ നിങ്ങൾ കേസെടുക്കുന്നു പറയും. പോലീസുകാരുടെ കയ്യിൽ എപ്പോഴും വയർലെസ് സന്ദേശമുണ്ട്. ഇതിന് അങ്ങോട്ട് കൊടുക്കുന്ന സന്ദേശം രഹസ്യമേ അല്ല. ഫസ്റ്റ് തിങ്, ഇത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള രഹസ്യമാണെങ്കിൽ പുറത്തിരിക്കുന്നതൊന്നും രഹസ്യമല്ല, ഒളിച്ചു വെക്കേണ്ടതല്ല രഹസ്യം. അത് തന്നെ ഈ പോലീസിന് വയർലെസ് സന്ദേശം രഹസ്യമല്ല. 1. 2, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷൻ പോയി നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ വയർലെസ് സന്ദേശം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇതുണ്ടല്ലോ, നമ്മൾ റോഡിലേക്ക് മുമ്പിൽ മറ്റേ സാധനമില്ലേ, വാക്കട്ടാക്കി പോലീസിന്റെ അകത്തേക്ക് കിടക്കുന്ന ജനങ്ങളെ ഇടുന്ന സെല്ലുണ്ടല്ലോ, ലോക്കപ്പ്. ഈ ലോക്കപ്പിന്റെ തൊട്ടിപ്പുറത്താണ് ഈ റൈറ്റർ ഇരിക്കുന്നത്. ഈ ലോക്കപ്പിൽ കിടക്കുന്നതിന് മുഴുവൻ കേൾക്കാം. അതായത് ക്രിമിനലാണ് ലോക്കപ്പിൽ കിടക്കുന്ന ഓർക്കണം. അപ്പോൾ ഈ വയർലെസ് സന്ദേശം എന്ന് പറയുന്നത് 1 രഹസ്യമല്ല. 2, ഇതെന്നാ സംഭവിക്കുന്നത്? രാവിലെ സാട്ട എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അറിയാവോ? അതായത് രാവിലെ 8 മണിക്കോ 9 മണിക്ക് SP എല്ലാ SHOമാരെയും ഒരുമിച്ച് ലൈനിലിടും. അതാത് ജില്ല SP എല്ലാ സ്റ്റേഷനിലെ SHOമാരെയും ഒരുമിച്ച് ലൈനിലിട്ടിട്ട് ഈ വയർലെസ്സിലൂടെയാണ് അവർ റിപ്പോർട്ട് ചോദിക്കുന്നു. ഇവരുടെ ഒരു അധികാരം കാണിക്കുന്ന മോശമായി സംസാരിക്കും. നീ എന്നതാ, നീ ആണാണോ, നീ മറ്റൊന്നല്ലേടെ മറിച്ചതല്ലാണ്, എവിടെയായിരുന്നു മറ്റോടെ ചീത്ത വിളിക്കുന്ന, ഇവരെ അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സാട്ട. ഈ അപമാനിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ചില നിർദ്ദേശം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മുഴുവൻ ഈ റൈറ്റർ ഉണ്ടല്ലോ, ഇയാള് ഇത് മുഴുവൻ എഴുതിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നാണ് നിയമം. അപ്പം ഇവരെന്ത് ചെയ്യും? മൊബൈൽ ഇത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും പോലീസുകാരുടെ. അപ്പോൾ എളുപ്പമായില്ലേ? ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിടക്കുന്ന ചില സന്ദേശങ്ങൾ വാർത്താ പ്രാധാന്യമുള്ളതാണെങ്കിൽ പരമ്പരാഗതമായി തന്നെ ഈ സാധനം മാധ്യമ പ്രവർത്തകർക്ക് ഇവർ ചോർത്തി കൊടുക്കും. ഇതാണ് പോലീസിൻ്റെ രീതി. അപ്പോൾ കോവിഡ് കാലത്ത് ഫൈൻ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വാർത്താ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആരോ ചോർത്തി കൊടുത്തു, അത് വെളിയിൽ വന്നു.
ഞാൻ പോലീസ് വിത്ത് മീഡിയ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വെച്ചത് കാണുന്നത്. ഇതാണ് പോലീസിൻ്റെ വയർലെസ് സന്ദേശം രഹസ്യമായി ഞാൻ എന്തോ യന്ത്രം ഉപയോഗിച്ച് ചോർത്തി എന്ന് പറഞ്ഞ് ഇയാളോട് പരാതി കൊടുത്തു. ഇന്നും അയാൾ അതേക്കുറിച്ച് പറഞ്ഞു. ആലോചിക്കും, പത്രപ്രവർത്തനം ചെയ്യുന്ന എന്നെ ജീവപര്യന്തം തടവ് അനുഭവിക്കണം, പോലീസിന് വയർലെസ് സന്ദേശം ചോർത്തി എന്നൊക്കെ പറയുന്ന അയാളുടെ വിവരം അയാളുടെ തലയിൽ എന്തായിരിക്കുന്നത്? അയാളുടെ തലയിൽ എന്തായിരിക്കുന്നത്? ഞാൻ ഞാൻ പറഞ്ഞ സാമാന്യ ബോധമുള്ള ആർക്കും ഇതിന് പേര് കേസെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പോലീസ് കേസെടുത്തു. മറ്റു പലരും കൊടുക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത. ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ പിടിച്ചോണ്ട് രാത്രി കോടതി ജാമ്യം തന്നില്ലേ? ഇത് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള അധികാരമുണ്ട്, അവർ തന്നു, അവർക്ക് ബോധ്യമാവുന്നു, തന്നു. അപ്പോൾ ഇത്തരം വിവരക്കേടുകൾ എവിടെ നിന്നോ കിട്ടിയിട്ട് ആ വിവരക്കേടുകൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് കരുതി ഇങ്ങനെ വിളിച്ച് പറയുന്ന ഒരു എരണം കെട്ട വിഡ്ഢി കൂഷ്മാണ്ട വിഡ്ഢി എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞുതരാം, അല്ലാതെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം മറ്റേ ബി വി പ്രകാശിനെ വീട്ടിൽ പോയപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അവർ തേച്ച് വിട്ടില്ല. പിന്നല്ലാതെ ആ സ്ത്രീ അവരെന്തെങ്കിലും പറയുമെന്നുള്ള പ്രതീക്ഷ പോയതാ. പ്രകാശിനെ ഏറ്റവും മോശക്കാരനാക്കിയത് ഇയാളായിരുന്നു. RSS 10-30 പേരെ കണ്ട് ഏതോ സ്ഥലത്ത് വന്നു പറഞ്ഞ ആളാണ്. പേരാമ്പ്രയെന്നും കുറ്റ്യാടിയെന്നും വന്നതാണ്. ഞാൻ പറഞ്ഞത്, പറയുന്ന വാക്കിനെ കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പറയുന്ന എല്ലാം വിവരക്കേട്, ആരൊക്കെയോ തലയെ കയറ്റുന്ന നുണ, ഇത് പ്രചരിപ്പിച്ച് ഞാൻ ഭയങ്കര സംഭവം. ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും അൻവർ 8 നിലയിൽ പൊട്ടുകയും ചെയ്താൽ അൻവർ എന്ന് പറയുന്ന ഒരു പൊതു ശല്യം ഇല്ലാതാവും. VD സതീശനോട് എനിക്ക് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അയാളെടുത്ത അന്തസ്സുള്ള തൻ്റെ ഇടപെടുന്ന നിലപാടുണ്ടല്ലോ, ആ നിലപാടിനെ അംഗീകരിക്കുക. കടുകട മാറിയിട്ടില്ല. ആദ്യം പറഞ്ഞ അതേ സ്റ്റാൻഡ് അതേ നിന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര പൊളിറ്റിക്കൽ റിസ്കി ഗെയിമാണ്. ഇവിടെ അൻവർ തോറ്റാൽ VD സതീശൻ ശക്തനായി, ആർക്കും VD സതീശനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ശക്തനായി VD സതീശനായ നേതാവ്. അൻവർ ജയിച്ചാൽ, അല്ലെങ്കിൽ UDF തോറ്റാൽ, LDF ജയിച്ചാൽ അൻവർ സതീശൻ ദുർബലനാവും. ആ ഒരു റിസ്ക് ഉണ്ട്. അതായത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിരിക്കുന്ന ആ സതീശൻ നീക്കമുണ്ടല്ലോ, ഭയങ്കര. പലപ്പോഴും കോൺഗ്രസ്സുകാർ എപ്പോഴും സേഫ് ഗെയിം, സേഫ് സൈഡ് നോക്കാറുള്ളൂ. ഇതെന്തായാലും അദ്ദേഹം എടുത്തത് സ്ട്രോങ് നിലപാടാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. അൻവർ എന്ന് പറയുന്ന പൊതുമാലിന്യം ഈ സമൂഹത്തിൽ ഇല്ലാതാകുമെന്ന് എൻ്റെ പ്രതീക്ഷ. VD സതീശൻ കരുത്തനായ നേതാവായി ഉയർന്നു വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDF ജയിച്ചാൽ, അതായത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ, ഒന്ന്, ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി VD സതീശൻ വളരും, UDF അധികാരത്തിലും വരും. ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ VD സതീശൻ പുറത്താക്കപ്പെടും, UDF അധികാരത്തിൽ വരത്തില്ല. ഇതാണ് സംഭവം. LDF വീണ്ടും മൂന്നാമത് കടന്നു വരും. അല്ല, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായ തോതിൽ പിന്നെ LDFകാർ പ്രചരണം നടത്തുന്നുണ്ട്. അതിൽ പലതും കുഞ്ഞാലിയുടെ ലെഗസി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ പോലും അതിലെല്ലാം തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ പേര് പരാമർശമാണ് പല ആളുടെയും, ഒരു പഴയ ആളുടെ പലരും പേരിട്ട് ചെയ്യുന്നത്. LDF എന്തും ചെയ്യും. എന്തായാലും അൻവർ എന്ന് പറയുന്ന ആ ഒരു പൊതുവിപത്ത്, സാമൂഹ്യ വിപത്ത് ഈ സമൂഹത്തിൽ നിന്നും ഒഴിവായി പോകേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് സാധിക്കും എന്ന് വിശ്വസിക്കാം. സർവശക്തനായ ദൈവത്തോട് അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.